അപ്പം നല്ലൊരു മരണം നമുക്കുണ്ടാവണം. എന്തൊക്കെയാണ് വഴികൾ? എന്തൊക്കെയാണ് വഴികൾ? ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നല്ല രാവിൽ, വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ, ജുമാക്കൊക്കെ സുജൂദ് കിടന്ന് മരിക്കണോലൊക്കെ ഉണ്ടല്ലോ. ജുമാ സമയത്തിൽ സുജൂദിൽ കിടന്ന് മരിക്കുന്നവരുണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിൽ മരിക്കുന്ന ആളുകൾ എത്ര പേർ! ഞങ്ങളുടെ നാട്ടിലൊരു 50 കൊല്ലം ബാങ്ക് വിളിച്ചൊരു മൊല്ലാക്കയുണ്ടായിരുന്നു, മൊല്ലാക്ക അഹമ്മദ് മുസ്ലിയാർ. അവർ മരിച്ചെന്നാണെന്നറിയോ? കഴിഞ്ഞ നോമ്പ് 29-ാം രാവ്, വെള്ളിയാഴ്ച രാവ്, ഇശാ കഴിഞ്ഞിട്ട് 8:40 സമയമാണ്. ആ 8:40 അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വലാത്തിന് നേതൃത്വം വഹിച്ചത് മഹാനായ ഈ അഹമ്മദ് മൊല്ലാക്കയാണ്. കണ്ണിയത്ത് സാർ ചോറ് തിന്നാൽ ചോറിൻ്റെ ഒരു പിടി ബാക്കി വെക്കും. എന്നിട്ട് പറഞ്ഞു, അഹമ്മദേ ഇത് തിന്നോ, അങ്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയും. ഞാൻ അയാളെ കൂടെ ജോലി ചെയ്തതാ. ഭയങ്കര ഇബാദത്താ. എപ്പോഴും അയാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. 3 കൊല്ലട്ടാ ദർസോദിയത്. 3 കൊല്ലാണ് അയാൾ ദർസോദിയത്. അയാൾക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാടമാണ്. എങ്ങനെയെന്നറിയോ? ഹിഫ്ള് കോളേജിൽ പോയി പഠിച്ചതല്ല, ഓതി കാണാതെ പഠിച്ചതാണ്. ഓതി കാണാതെ പഠിച്ചതാണ്. ഇങ്ങനെ ഓതും ആ മനുഷ്യൻ ഉറക്കം വന്നാൽ അങ്ങനെ, എന്നിട്ട് പിന്നെ വല്ലാതെ ഉറക്കം വരുമ്പോൾ അയാൾ പാണക്കാട്ടേക്ക് പോകും. ഞാൻ ചോദിക്കും, എമ്മട്ടിയിലാർ എന്തിനാ ഞങ്ങൾ പാണക്കാട്ട് പോണത്? ഇടക്കിടക്കൊരു പാണക്കാട്ട് പോകാൻ. എന്തിനാ ഉസ്താദേ പാണക്കാട് പോകുന്നത്? അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറയാറുള്ളത് എന്തെന്നറിയോ? ഉസ്താദെ ഇപ്പം ഇങ്ങനെ പാണക്കാട്ട് പോയി വന്ന ഒരു റാഹത്തുണ്ട്, എനിക്ക് പാണക്കാട്ട് പോകുന്നത് ഓതുമ്പം വല്ലാതെ ഉറക്കം തൂങ്ങാണ്, ആ ഉറക്കം ഇല്ലാതെയാവാനാണ്. ആലോചിച്ച് നോക്കിയാണ് മനുഷ്യന്മാരെ. മകളെ കെട്ടിക്കാനല്ല പോകുന്നത്, തടിക്ക് ആഫിയത്തുണ്ടാവാനല്ല, ബിസിനസ്സിൽ ബറക്കത്തുണ്ടാവാനല്ല പാണക്കാട്ടേക്ക് പോകുന്നത്. പാണക്കാട്ട് പോകുന്നത് ഓതുമ്പോ ഉറക്കം വരാതിരിക്കാൻ. മൻ വഖറൽ ഖുർആന ഫഖദ് വഖറഹുല്ലാഹ്. ബഹുമാനിക്കൂല പഠിച്ചോൻ. ആ മനുഷ്യനാണ് മരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലും അയാൾ നബി തങ്ങളുടെ മേൽ സലാം പറയുന്നൊരു രംഗുണ്ട്. കൈ ഇങ്ങനെ വിറച്ചിട്ടാണ് അയാൾ സലാം പറയാ. ഞാൻ 10 കൊല്ലം അനുഭവിച്ചവനാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അത് റമദാനിൽ പറയാറുള്ളത് 8:40 പഴയ പള്ളിയാണത്. സ്വലാത്ത് റമദാനിലും സ്വലാത്ത് ഉണ്ടാവും, പക്ഷേ റമദാൻ്റെ സ്വലാത്തും ഇശാഖ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് തറാവി ഉണ്ടാകുക. തറാവിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 10 മണിയാകും. വയസ്സന്മാരെ ഉണ്ടാകുള്ളൂ. മനസ്സിലായിട്ടില്ലേ? അതിൽ 8:40 ഇയാൾ സലാം പറയാറുള്ളത്. എന്നാൽ ആ 8:40 പതിവ് പോലെ വ്യാഴാഴ്ചയുടെ സ്വലാത്ത് കഴിഞ്ഞ് അന്ന് സലാം പറഞ്ഞത് ഈ വിനീതനാണ്. അത് കഴിഞ്ഞ് ഇശാഖിന് ജമാഅത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് പറയണത്, ഉസ്താദേ നിങ്ങളോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് എന്തേ അഹമ്മദ് കുട്ടി മൊല്ലാക്ക ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഷാ നിസ്കാരം കഴിഞ്ഞ് പാഞ്ഞ് പോയൊക്കെ ഞാൻ ചിരിച്ചങ്ങനെ കടക്കുന്നുണ്ട്. ഞാൻ പോയി അഹമ്മദ് കുട്ടി മൊല്ലാക്കേന്ന് വിളിച്ചു പോയി. എൻ്റെ ഒരു പിതാവിനെ പോലെ എൻ്റെ കൂടെ നിന്ന മഹാനാണ്. എന്ത് വിഷമം വരുമ്പോഴും സാരല്ല ഉസ്താദേ എന്ന് പറഞ്ഞ മഹാനാണ്. ഞാൻ എൻ്റെ ഉപ്പച്ചിൻ്റെ സ്ഥാനത്ത് അയാളെ നിർത്തിയിരുന്നു. ചിരിച്ചങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ അങ്ങനെയുള്ള മരണം ഞങ്ങൾക്കും നൽകണേ അല്ലാഹുവേ. അങ്ങനെയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. മഹാന്മാരായ സയ്യിദന്മാരതാണ്, ഇവരെ ബഹുമാനിക്കണം. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ. മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്തിതേഴും തന്നെ. മഹാന്മാരെ സ്നേഹിച്ചാലുള്ള ഫضലാണ്. അല്ലാഹുവേ അവരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ഒരു കാമ്യം പറഞ്ഞ പഠിച്ചോനെ നൽകണേ അല്ലാ. അപ്പോൾ ഒരു നല്ല മരണം നമുക്ക് വേണം. എന്താണ് വഴി എന്നറിയോ? ഞാനൊരു വഴി പറഞ്ഞു തരാം. 2 വഴി ഞാൻ പറഞ്ഞു തരാം. അതിൽ 2 ദിക്റുകളാണ്. ഒരു ദിക്റ് ചെല്ലേണ്ടത് മഗ്രിബിൻ്റെ സമയത്തിലാണ്. നല്ല മരണം
നല്ല മരണം സംഭവിക്കാൻ ഒരു ദിക്ർ ചൊല്ലേണ്ടത് വിശുദ്ധമായ മഗ്രിബിന്റെ സമയത്തിലാണ്. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സമയമാണ്. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പുറത്തു കൊടുത്ത വിശുദ്ധ സമയമാണ് മഗ്രിബിന്റെ സമയം. അസറിന്റെ നേരാണ് ആദം നബി അലൈഹിസ്സലാം പയം പറിച്ചത്. ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നമ്മുടെ വല്യമ്മ ഹവ്വ റളിയല്ലാഹു അൻഹാ പയം പറിച്ചത് അസറിന്റെ സമയത്തിലാണ്. ഇന്നത്തെ ഖുതുബന്റെ ആയത്തതല്ലേ, നബാത്തിയ ഖുതുബന്റെ ആയത്തും അത് തന്നെയാണ്. മനുഷ്യന്മാരെ, നിങ്ങളെ ഇബ്ലീസ് ഫിത്തനാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ വല്യപ്പയെയും വല്യമ്മയെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ്. ആ പയം പറിച്ചതിൻ്റെ പേരിൽ അവരുടെ ഔറത്ത് വെളിവായി പോയി. ഔറത്ത് വെളിവായപ്പോഴാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആദമും ഹവ്വാ റളിയല്ലാഹു അൻഹായും എല്ലാ മരത്തിൻ്റെ അരികിലൂടെയും നടന്നു പോയത്. എല്ലാ മരത്തിൻ്റെ അടുത്തും പോയി ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾ ഈ ഔറത്തൊന്ന് മറക്കാനാണ്. ഒരൊറ്റ മരവും ഇല കൊടുത്തില്ല. ഒരൊറ്റ മരവും ആദമിനും ഹവ്വായിനും മരം ഒരു ഔറത്ത് മറക്കാനുള്ള ഇല കൊടുത്തില്ല. കാരണം അല്ലാഹു പറഞ്ഞതാണ്, വലാ തഖറബ ഹാദിഹി ഷജറ, ആ മരത്തേക്ക് നിങ്ങൾ അടുക്കരുത്. അവർ പറിച്ചു കഴിച്ചില്ലേ, കൊടുത്തില്ല, ഒരൊറ്റ മരവും കൊടുത്തില്ല, ഇല കൊടുത്തില്ല. അവസാനം ഈ രംഗം കണ്ടപ്പോ ഇല കൊടുത്തതാരെ, ഏത് മരമെന്നറിയോ? വത്തീനി വസ്സൈത്തൂൻ, അത്തിമരമുണ്ടല്ലോ, ആ അത്തിമരമാണ് ആദമിനും ഹവ്വായിനും ഔറത്ത് മറക്കാനുള്ള ഇല കൊടുത്തത്. എത്ര ഇല? കണ്ടമാനം ഇല കൊടുത്തില്ല, ആകെ 8 ഇല കൊടുക്കുകയാണ്. 8 ഇലയാണ് അവർക്ക് കൊടുത്തത്. ആ 8 ഇലയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ഈ 8 ഇല ഇങ്ങനെ സ്വീകരിച്ച് അതിൽ നിന്ന് 5 ഇല ഹവ്വാ റളിയല്ലാഹു അൻഹാക്ക് കൊടുക്കുകയാണ്. 3 ഇല ആദമും എടുക്കുകയാണ്. അവരാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഈ മൂന്ന് ഇലകൾ ആദമും 5 ഇലകൾ ഹവ്വാവും ധരിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമി ലോകത്തിലേക്ക് മനുഷ്യന്മാർ കടന്നു വന്നത്. അതേ രീതിയിലാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആളുകളെ നമ്മൾ ധരിപ്പിക്കുന്നതും. അല്ലേ നിങ്ങൾ പറഞ്ഞോളി ബാക്കി. ആ 3 ഇല ആണുങ്ങൾ ധരിക്കൽ എങ്ങനെയാണ്? 3 കഫംപുടയാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹ 5 ഇല ധരിച്ചു. പെണ്ണുങ്ങളുടെ കഫംപുടകൾ 5 എണ്ണമാണ്. 1 ഇസാർ അറയുടുപ്പാണ്, 2 നീളക്കുപ്പായമാണ്, 3 മുഖമക്കനയാണ്, 4ഉം 5ഉം ഒരു നീളത്തുണിയാണ്. മനസ്സിലായിട്ടില്ലേ? ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. 3 കഫംപുടയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാ, നീളക്കുപ്പായവും തലേക്കെട്ടും ധരിക്കുക. പക്ഷേ പുണ്യനബി തങ്ങളുടെ ജനാസ മറവ് ചെയ്യുമ്പോൾ നീളക്കുപ്പായത്തിൽ മറവ് ചെയ്തിട്ടില്ല. നബി തങ്ങളുടേത് 3 പരുക്കൻ തുണിയാണ്, 3 വെള്ള പരുക്കൻ തുണിയാണ്. ആ വെള്ള പരുക്കൻ തുണി ഉണ്ടല്ലോ, ഹബീബാ നബി തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വഹാബ, ഈ 3 വെള്ള പരുക്കൻ തുണി അത് മാത്രമേ അവസാനമുള്ളൂ. മഹാന്മാർ പറഞ്ഞല്ലോ, ആ കഫംമുട നിങ്ങൾ എന്താക്കണം, എപ്പോഴും ആലോചിച്ചാൽ മതി. വാങ്ങി വെക്കൊന്നും വേണ്ട. വാങ്ങി വെക്കൽ നല്ല കാര്യമല്ല. ഇനി വാങ്ങി വെച്ചു എന്ന് കരുതിയിട്ട് കുഴപ്പമുണ്ട് എന്നല്ല. ഖബറ് കുഴിച്ചു വെക്കൽ നല്ല നന്മയാണ്. ഖബറ് കുഴിച്ചു വെക്കാം, നന്മയാണ്. കഫംമുട ശേഖരിച്ചു വെക്കൽ നന്മയല്ല. ഇനി വാങ്ങി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. തബറുക്കിൻ്റെതാണെങ്കിൽ തീരെ കുഴപ്പമില്ല, തബറുക്കിന് വേണ്ടി എടുത്തു വെക്കാം. മനസ്സിലായില്ല? കഫംമുടയുടെ ഉത്ഭവം ഇങ്ങനെയാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആദം നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് വർഷങ്ങളോളം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വന്ന് ആ കണ്ണിൽ നിന്നൊലിച്ച കണ്ണുനീർത്തുള്ളികളിൽ നിന്നാണ് ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് 3 വസ്തുക്കൾ അല്ലാഹു മുളപ്പിച്ചത്. ആ കണ്ണെന്നുള്ള കണ്ണീര് കൊണ്ടാണ്. ഏതൊക്കെയാണ്? 1 ഊദിനെ അല്ലാഹു മുളപ്പിച്ചത് ആദമിന്റെ കണ്ണിൽ നിന്നാണ്. 2 ഇഞ്ചി, അതിനെയും അല്ലാഹു മുളപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണിൽ നിന്നാണ്, കണ്ണുനീർത്തുള്ളിയിൽ നിന്നാണ്. 3 ചന്ദനം, അതും ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്നാണ്. ഇത് 3 ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്.
നമ്മൾ സൗദിയെ പോയിട്ടാ ഊത് വാങ്ങുക, സൗദിയേക്ക് ഊത് കൊണ്ടുപോകണം, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അതാരും മനസ്സിലാക്കണില്ല. ഇവിടുത്തെ ഊതാണ്, ഇന്ത്യയിൽ ഊതാണ് ഏറ്റവും പവർഫുള്ളായ ഊത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ആദ്യകാലം താമസിച്ചത് മുഴുവനും ഇന്ത്യയിലാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹ ജിദ്ദയിലുമാണ്. വല്യമ്മ താമസിച്ച സ്ഥലം അവിടെയാണ്. വല്യാപ്പത് ഇന്ത്യ വല്യാപ്പ താമസിച്ച മണ്ണാണ് ആദം നബി അലൈഹിസ്സലാം. ഏതായിരുന്നാലും ആദം നബി അലൈഹിസ്സലാം അന്ന് മുതൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്നത് ഒരു ദിവസത്തെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോ, അസ്തമിച്ച സൂര്യന്റെ അസ്തമാനം പൂർണ്ണമായപ്പോഴാണ് അല്ലാഹു ആദം നബിയുടെ തൗബ സ്വീകരിക്കുന്നത്. അതാണ് മഗ്രിബിന്റെ ബാങ്ക്. ഹയ്യ അലസ്സലാം. ആ സമയമാണ്. ആ സമയത്തിൽ പള്ളിയിലേക്ക് ഓടണം. ആ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുത്. ഒരൊറ്റ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുതിട്ട്. ഞാൻ ആ ബാങ്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വിഷയത്തിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടിയാണ്. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ആരെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവന് മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുകയില്ല, കരിമ ചൊല്ലാൻ കഴിയുകയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. ആര് പറഞ്ഞെന്നിട്ടും കാര്യമില്ല, കലിമ അവനെ കൊണ്ട് ചെല്ലാൻ സാധിക്കുകയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ ലാ ഇലാഹ സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ മൊല്ലാക്കൻ്റെ ഡ്യൂട്ടിയല്ല, മൊല്ലാക്കൻ്റെ പണിയല്ല. അത് അല്ലാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹിൻ്റെ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മനുഷ്യന്മാരിലൂടെ കൊണ്ടുവരുന്നത്. അതാണ് മൊല്ലാക്കന്മാർക്ക് അല്ലാഹു ഇത്രയും സ്ഥാനം കൊടുത്തത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇമാമിനേക്കാൾ സ്ഥാനം മൊല്ലാക്കക്കാണ്. ആ മൊല്ലാക്ക ഇങ്ങനെ വിളിക്കുന്നത് അള്ളാഹിന്റെ വിളിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സൈദിന് അറിയിച്ചു കൊടുത്ത വിളിയാണ്. ആ വിളി കേൾക്കുമ്പോൾ മിണ്ടാൻ പാടില്ല. പടച്ചോന്റെ വിളിയല്ലേ, മിണ്ടരുത്. മിണ്ടിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാലോ ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് ബാങ്ക് കൊടുത്തവനും സുന്നത്താണ്, കേട്ടവർക്കും സുന്നത്താണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വഹാബ, നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തിൽ നിന്നുള്ള ഒരു ബിതാഖത്ത് നിങ്ങളുടെ കയ്യിൽ വേണോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പാസ് വേണോ? സ്വർഗത്തേക്ക് കടക്കാനുള്ള പാസ്. ബദറത് ലഹു ബിതാഖത്തുൻ. ഈ ദുആ എങ്ങാനും ആരെങ്കിലും ദുആ ചെയ്താൽ, ഏത് ദുആ കേട്ടോളൂ. മഹാനാകുന്ന ഇമാം ഖുർദി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഏത് ദുആ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ ദുആറിനു ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഖുർആനി ഇമാമൻ വബിൽ കഅബതി ഖിബ്ല اللهم اكتب شهادتي هذه في عليين واشهد عليها ملائكتك المقربين وانبياءك المرسلين وعبادك الصالحين واختم عليها بآمين واجعل لي عهدا عندك توافينه يوم القيامة إنك لا تخلف الميعاد. മൗലിയാർ കാണാതെ ചൊല്ലിയത് എന്താണെന്നറിയോ? മൗലിയാർ ഇതൊരു 5 വർഷം മുമ്പ് കേട്ടതല്ല, ഒരൊറ്റ മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഹദീസ് കണ്ടിട്ട്. കണ്ടപാടന്റെ ജീവിതത്തിൽ